മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊമോഷൻ ഉണ്ട് ഞങ്ങളിവിടെ ചെന്നൈയിൽ ചെന്നപ്പോൾ അവിടെ ഇത് കോമഡി ആയിരുന്നു ആക്ച്വലി. അല്ലെന്നേ ഞങ്ങൾ മറ്റേ നമ്മുടെ ഉദയനിധി സ്റ്റാലിന്റെ വീട്ടില് നമ്മള് ഇൻവൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ പോകാനുള്ളൊരു അവസരം ഉണ്ടായി. നമുക്ക് അവിടെ പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പൊ 4:30 അവിടെ നമുക്ക് അവിടെ എത്തണം. നമ്മളവിടെ ചെന്ന് ഇതിന് അവിടെ പോകാൻ വേണ്ടി പുറത്തിറങ്ങുന്ന നമ്മളെ വണ്ടി അത് ബ്ലോക്കിൽ കിടക്കുക, എത്തിയിട്ടില്ല. നമ്മളിന് അവസാനം സ്റ്റാലിന്റെ വീട്ടിലേക്ക് പോയി ഇത്ര മണിക്ക് ചെന്നില്ലെങ്കിൽ പുള്ളിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു ഓട്ടോയും ഒരു ഓല ക്യാബും വിളിച്ച് മറ്റേ ടവേറ ഇത്രയും മറ്റേ മുല്ലപ്പൂവൊക്കെ വെച്ചാൽ ടവേറയും വിളിച്ചിട്ട് ചേട്ടാ നേരെ പോട്ടെ, ഓട്ടോന് നേരെ പോട്ടെ, ലെഫ്റ്റ് നിങ്ങളുടെ വഴി പറഞ്ഞു കൊടുത്ത് നേരെ ചെല്ലുന്ന മറ്റേ CMന്റെ ഓഫീസ്. അയാൾ മറ്റേ സാർ നിങ്ങൾക്ക് ആര് സാർ കുറെ മറ്റേ പട്ടാളക്കാർ പോലത്തെ ആളുകളൊക്കെ നിൽക്കുന്ന മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇടയിൽ കൂടി ഞങ്ങൾ നടന്നു അവിടെ കിടന്നു. അത് കഴിഞ്ഞ ഓട്ടോ തന്നെ കയറി ചേട്ടാ അടുത്തത് കമൽ സാറിന്റെ വീട്ടിലേക്ക്. അപ്പൊ അവര് പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ഒറ്റ ട്രിപ്പിലായിരുന്നല്ലേ ഇതെല്ലാം. പിന്നെ എനിക്ക് വയ്യ. അവിടെ സെറ്റ് നീ പണിയൊക്കെ എടുത്ത സമയത്ത് ആലോചിച്ചിട്ടുണ്ടോ എന്റെ 6 ചെയ്യാൻ പോണത്? അല്ല, നമ്മളെ ആക്ച്വലി പടം നന്നായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. അതിപ്പോ ഞങ്ങള് മാത്രമല്ല, നമ്മളെ ലൊക്കേഷനിലിടയ്ക്ക് ടൊബിയും വരുന്നത്. ഇപ്പൊ ടൊബി ആയിരുന്നു ശരിക്കും നമുക്ക് അന്നാണ് നേരത്തെ ടൊബി പറഞ്ഞില്ലേ, ശരിക്കും ഇതൊരിക്കലും ഒരു റേസ് അല്ല. നമ്മൾ മറ്റേ എല്ലാവരുടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഇത്രയും ആൾക്കാരാണ്. അപ്പോൾ ടൊബി നമ്മളുടെ ലൊക്കേഷനിൽ വന്നിട്ട് നമ്മുടെ മെയിനായിട്ട് പറയുന്ന പരിപാടി സൗബിന്റെ അടുത്തൊക്കെ ആദ്യം തന്നെ ഇത്രയും വലിയൊരു ഈ പടം നിങ്ങൾ ഇത്ര ചെറിയ സ്കെയിലിൽ ഒരു മലയാളം കുഞ്ഞു പടം എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊണ്ട് പിടിക്കരുത്, ഇത് നിങ്ങൾ വലുതാക്കി ആൾക്കാരെ കാണിക്കണം. നമ്മൾ തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ എല്ലാ ഭാഷയിലേക്കും നിങ്ങൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അല്ല നമുക്ക് അത് പറ്റും, ഇങ്ങനത്തെ ഒരു സിനിമ അവിടെ കാണും, ആൾക്കാരെ കാണുമെന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യമായിട്ട് ഇവരുടെ നമ്മളെല്ലാവരുടെയും തലയിലേക്കുള്ള ഒരു ഐഡിയ തന്ന ആള് ടൊവിയാണ്. അപ്പോ അല്ല, ഞാൻ കുറച്ച് മറ്റേ മിന്നൽ മുരളിയുടെ പ്രൊമോഷനും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് പോയപ്പോ ഞാൻ മനസ്സിലാക്കിയത് മലയാള സിനിമയ്ക്ക് അവിടെ നല്ല ഡിമാൻഡ് ഉണ്ട് പുറത്തൊക്കെ. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഒന്ന് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മഞ്ഞുമൽ പോലത്തെ ഒരു സിനിമയ്ക്കാണ് ആദ്യം ചെന്ന്. അപ്പൊ ഇപ്പൊ ഈ വർഷം ഇറങ്ങിയ സിനിമകളൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ടെക്നിക്കലിയും ഒക്കെ നല്ലൊരു സിനിമ. നമ്മളൊരു KGF ബാഹുബലിയോ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് മലയാളത്തിൽ നിന്ന് വരേണ്ട സിനിമ അങ്ങനെയല്ല. ഇപ്പൊ വന്നേക്കുന്ന ഈ ആവേശവും ഇപ്പോ നമ്മളെ ഈ ബ്രഹ്മയുഗവും മഞ്ഞുമൽ ബോയ്സും പ്രേമലും ഒക്കെ പോലത്തെ സിനിമകളാണ് അവിടെ പോയിട്ട് വർക്ക് ആവുന്നുണ്ടെന്ന് ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പൊ മഞ്ഞുമലിനെ പറ്റിയിട്ട് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, പടം തുടങ്ങുന്നതിന് മുമ്പേ അറിയാം. ഞാൻ അതിനകത്തുള്ള ഭൂരിഭാഗം ആൾക്കാരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ എനിക്ക് ആ സിനിമയെ പറ്റി മുമ്പേ അറിയാം. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ സീനുകൾ കണ്ടിട്ടുണ്ട്, അതിന്റെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ ഡയറക്ടർ അവിടെ ആയിരുന്നു, ജീന അതിൽ അഭിനയിക്കുന്ന. ജീനെ കാണാൻ പോണ അവിടെയാണ്. ഒരു ഉച്ചക്കൊക്കെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ രാത്രിക്കാണ് അവിടെ നിന്ന് പോരുള്ളൂ. കാര്യം എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് ഇവര് ഷോർട്ടിന്റെ ബ്രേക്കിൽ എല്ലാവരും എറണാകുളത്ത് അരമണിക്കൂർ ഓടിച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാലെത്തും. പെരുമ്പാവൂരാണ് സെറ്റ്. ആ ഒരു ഫീൽഡിൽ ഇരുന്ന് കൊടൈക്കനാലിരുന്ന് സംസാരിച്ചിരിക്കാം.